ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hey, hello, good evening. Welcome to Red Carpet with me, RJ ശ്രീശാന്ത്. അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിൽ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ കൂടെ ഓരോരോ സെലിബ്രിറ്റീസ് ജോയിൻ ചെയ്യാറുണ്ടല്ലേ. ഇന്നും അതുപോലെ ഒരു വലിയ വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപ്പറ്റിൽ കൂടെയുള്ളത് കേട്ടോ. സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് ഒട്ടനവധി മനോഹരമായ പാട്ടുകൊണ്ട് സംഗീത പ്രേമികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരൻ ദിൽരാജ് ആണ്. വെൽക്കം ദിൽരാജ്. ഹായ്, ഹലോ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഓക്കെ, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല സുഖമായിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പൊ പാട്ടിന്റെ പ്രാക്ടീസും അതുപോലെ തന്നെ ഷൂട്ടും പഠനവും ഒക്കെ ഇങ്ങനെ പോകുന്നു. എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാട്ടോട് കൂടി തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു രമേശ് നായർ സാറിന്റെ പാട്ട് പാടി തരുമോ? ഷുവർ. പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ, സ്മരണകൾ തിരയായി പടരും ജലധിയായി, സ്മരണകൾ തിരയായി പടരും ജലധിയായി, പൊഴിയും നിലാവ് പോൽ വിവശനായി, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ. ആഹാ, അടിപൊളി. താങ്ക് യു. ഈ ഒരു പാട്ടാണ് ആക്ച്വലി ദിൽരാജിന്റെ ഫാൻ ആക്കി എന്നെ മാറ്റി കളഞ്ഞത് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഈ ഒരു പാട്ടിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിലൊന്ന് കണ്ടായിരുന്നു. അതിന്റെ ഷോർട്സ് കണ്ടപ്പോൾ അതിൽ താഴെ കിടക്കുന്ന ഒരു കമന്റ് ആണ്, ചിത്ര ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം പാട്ടിന്റെ പൂർണ്ണതയെന്ന്. അപ്പൊ അത്രത്തോളം ആൾക്കാർ ദിൽരാജിനെ എന്താണ് ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലേ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ മെമ്മറബിൾ പെർഫോമൻസസ് കൊടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം. ഷോയില് ഫൈനലെത്തോ അല്ലെങ്കിൽ ജയിക്കോ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. കാരണം നല്ലപോലെ എന്റെ മ്യൂസിക്കാലിറ്റി പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ എനിക്കൊരു എന്താ പറയാ ആഗ്രഹമുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. ആൻഡ് അത് ഇതുപോലത്തുള്ള പാട്ടുകളിലൂടെ ചേച്ചിയുടെ എന്താ പറയാ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇടയ്ക്ക് രോമാഞ്ചം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് വലിയൊരു അംഗീകാരമാണ്. ഇതിലും വലിയൊരു റെക്കഗ്നിഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നോ കിട്ടുമെന്നോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സ്റ്റാർ സിംഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് എന്താണ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നൽകിയ ഒരു പ്ലാറ്റ്ഫോം ആണ് സ്റ്റാർ സിംഗർ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ സ്റ്റാർ സിംഗറിലേക്ക് എങ്ങനെയാണ് ദിൽരാജ് എത്തിപ്പെട്ടത്? അത് ഭയങ്കര ഒരു തമാശയായിട്ടുള്ള ഒരു കഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 10-12 കൊല്ലം മുന്നേ ഏറ്റവും ലാസ്റ്റ് ഒരു റിയാലിറ്റി ഷോയില് പങ്കെടുത്തു. ഫിനാലെ എത്തി, ഒരു റണ്ണറപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു അവിടുന്ന്. അപ്പം അന്നത്തെ ആ ഒരു ഷോയ്ക്ക് ശേഷം പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം റിയാലിറ്റി ഷോസ് കുറച്ച് നാളത്തേക്ക് വേണ്ട, എന്തായാലും വേണ്ട, എനിക്ക് പുതിയ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണം മ്യൂസിക്കൽ ജോണേഴ്സും. അതുപോലെ എനിക്ക് എന്റേതായിട്ടുള്ളൊരു മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കണം, ഒരു പുതിയൊരു ജേർണി കണ്ടുപിടിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറെ നാള് റിയാലിറ്റി ഷോസിനൊന്നും പോയിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഇതിലും ആക്ച്വലി സ്റ്റാർ സിംഗറിലും വരണം എന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വന്ന ഒരാളെ അല്ല ഞാൻ. കാര്യം ഞാന് എന്റെ ഫ്രണ്ട്സ് എങ്ങനെ എല്ലാരും എന്നെ ഉന്തിത്തള്ളി വിട്ടതാണ് സത്യം പറഞ്ഞാൽ ഈ ഷോവിന്റെ ഓഡിഷനിലേക്ക്. പക്ഷെ അപ്പോഴും ഞാൻ അന്നൊരു മലേഷ്യൻ ടൂർ എനിക്കുണ്ടായിരുന്നു. ആ മലേഷ്യയിലും സിംഗപ്പൂർ, തായ്ലൻഡായിട്ട് കുറച്ച് ഷോസിന്റെ ചെറിയൊരു ടൂർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ അത് ആക്ച്വലി ആ ടൂർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടായിരുന്നു ഇവര് ഈ ഓഡിഷൻ വിളിച്ചത്. അപ്പൊ ഓഡിഷനിലേക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു
പറഞ്ഞു ഞാൻ എന്തായാലും അതിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഇതിന് പോയി എനിക്കിപ്പം സെലക്ഷൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ കിട്ടിയാൽ തന്നെ ഞാൻ ഇവിടേക്ക് പോകും, അടുത്ത റൗണ്ടിലേക്കൊന്നും എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അതെ. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് അവര് ഗ്രൗണ്ട് ഓഡീഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ മലേഷ്യക്ക് പോയത്. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്, ചാനലിനെ കോൺടാക്ട് ചെയ്യുന്നതും ഇന്ന ദിവസം വരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ ആ ദിവസം ഷൂട്ടിന് വരാൻ പറ്റുമോ ചോദിച്ചപ്പം ഞാൻ ഷൂട്ടിന്റെ ആ ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തുള്ളൂ. അപ്പോ ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എഡിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ്, എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല, ഇതിൽ നല്ലൊരു വേറെ ആർക്കെങ്കിലും കൊടുക്കും, ചുമ്മാ കളയണ്ട, കാരണം എന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അവര് കുറെ നിർബന്ധിച്ചു എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്കൂ. അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടപ്പോ എനിക്കും തോന്നി ഞാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളയണേന്ന് വെച്ചിട്ട് ഞാന് എന്റെ ചെലവില് ഒരു എക്സ്ട്രാ 2 ടിക്കറ്റ് എടുത്തു ടു ആൻഡ് ഫ്രോ. എന്നിട്ട് ഒറ്റ ദിവസത്തിനായിട്ട് ഷൂട്ടിന്റെ അന്ന് മാത്രം വന്ന് പോയ ഒരാളാണ് ഞാൻ. അന്ന് മോർണിംഗ് തലേ ദിവസം ഏർലി മോർണിംഗ് എത്തി. എന്നിട്ട് അന്ന് ഈവനിങ് ഷൂട്ടിന്റെ അവിടേക്ക് എത്തി, ഫ്ലോറിൽ എത്തി. നെക്സ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ ഉടനെ 10 മണിക്ക് ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് തായ്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി. അങ്ങനെയായിരുന്നു. സെലക്ഷൻ കിട്ടിയ ഒരു സന്തോഷ വാർത്തയോട് കൂടിയാണ് ഞാൻ തിരിച്ചു പോയത്. ശരി. അപ്പൊ എന്തായാലും അന്നെടുത്ത ആ ഒരു തീരുമാനം കാരണം ഇന്ന് മലയാളി മനസ്സിനെ ഇങ്ങനെ എന്താണ് ഹൃദയം നിറച്ച പാട്ടുകൾ കൊണ്ട് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ സത്യം പറഞ്ഞില്ല, ഇതൊക്കെ എല്ലാം എനിക്ക് ന്യൂ ആണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ല കുറച്ച് പെർഫോമൻസസ് കാഴ്ചവെക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതായിരുന്നു സ്റ്റാർ സിംഗറിലേക്ക് എത്തിപ്പെട്ട ആ ഒരു വലിയ സ്റ്റോറി അല്ലേ? ശരി. അപ്പോ എങ്ങനെയായിരുന്നു ഈ മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ടിങ്? എങ്ങനെയാണ് ഈ ഒരു പാഷൻ എങ്ങനെ പ്രൊഫഷനാക്കി മാറ്റാം, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരാമെന്ന് തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? ഞാൻ വളരെ കുഞ്ഞിലെ തന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. 2 ചേച്ചിമാരും കുഞ്ഞിലെ തന്നെ പാട്ടൊക്കെ പഠിച്ചിരുന്നു. ഞാനും ഇവരുടെ ഒക്കെ പാട്ടും ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കില്ലായിരുന്നെങ്കിലും ഇവരുടെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പാട്ട് കേട്ട് ഞാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പാടുന്ന കണ്ടിട്ടാണ് അമ്മ എന്നെ 2ാം ക്ലാസ്സിൽ എപ്പോഴോ എന്നെ പാട്ട് ക്ലാസ്സിലേക്ക് ചേർക്കുന്നത്. എന്റെ അന്ന് തൊട്ട് ഇങ്ങനെ പഠിച്ചു വന്നതായിരുന്നു. പക്ഷെ ഇടയിൽ കുറെ ബ്രേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ അതിനുശേഷം അന്നൊന്നും എനിക്ക് അങ്ങനെ പാട്ടൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണമെന്നോ അങ്ങനൊന്നുമില്ല. പിന്നെ ഒരു 8th 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്നപ്പം സ്കൂളിൽ ഇങ്ങനെ ചെറിയ ഒരു ബാൻഡൊക്കെ ഫോം ചെയ്ത് അപ്പോ അങ്ങനെയൊക്കെ പാട്ടൊക്കെ ചെയ്തപ്പോ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്, എനിക്ക് വൈബാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്നാലും എന്താ പറയാ, അതൊരു സൈഡ് ഹസിൽ പോലെ കൊണ്ടു നടന്നിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോന്റെ ഒരു ഇത് വന്നത്. ആ ഷോ കഴിഞ്ഞപ്പം എനിക്ക് അന്നത്തെ ജഡ്ജസ് അവിടെ ശരത് സാറൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് മുന്നിൽ തന്നെ അങ്ങനെ പാടി നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നോക്കിയാൽ നമുക്ക് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഗിറ്റാറും മേടിച്ച് ചെറിയ ചെറിയ പരിപാടികൾ, ചെറിയ പാർട്ടീസ്, വെഡിങ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ ഞാൻ വായിച്ചു തുടങ്ങി. അങ്ങനെ അതൊരു സ്ഥിരം ഇതാക്കി അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പം ഞാൻ മെല്ലെ മ്യൂസിക് ഒരു പ്രൊഫഷനായി ഗ്രാജുവലി ആയിട്ട് മാറിയതാണ്. ശരി. അപ്പം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഫാമിലിയെ പറ്റി എനിക്ക് ആക്ച്വലി കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഫാമിലിയൊക്കെ സപ്പോർട്ടീവ് ആണോ? ഫാമിലിക്ക് ആദ്യം നല്ല വീട്ടില് അമ്മ മാത്രമേ. അമ്മ പിന്നെ എന്റെ 2 ചേച്ചിമാരെ, അവർ 2ആളും മാരീഡ് ആണ്, അബ്രോഡ് ആണ് ഹസ്ബൻഡ്. അപ്പം അമ്മയ്ക്ക് അവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാര്യം ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ഇൻകം വരുന്നൊരു പ്രൊഫഷൻ അല്ലല്ലോ. പക്ഷെ ഞാന് പതുക്കെ എന്റെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്റെ രീതിയിൽ ഇതുപോലെ ഷോസിനൊക്കെ പോയി വായിച്ച് പൈസ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡിലും മെല്ലെ ഞാൻ കാലുവെച്ചു. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സൗണ്ട് എഞ്ചിനീയർ. ആക്ച്വലി ഞാൻ ഒരു 2016-17 ഒക്കെ തൊട്ടേ ഞാൻ എഞ്ചിനീയറായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തൊട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടേക്ക് ഞാൻ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പം അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിപ്പം ടെക്നിക്കാലിറ്റി കുറച്ചൊക്കെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട് നമ്മുടെ സിംഗിങ്ങിലാണെങ്കിലും. അപ്പം ഇങ്ങനെ
എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയാ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ തുടങ്ങിയപ്പം അപ്പോഴാണ് വീട്ടുകാർക്കൊരു കുഴപ്പമില്ല, അവനവന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം അതേസമയം എന്റെ ഏജിലുള്ള മറ്റുള്ളവരാണെങ്കിൽ അവര് അപ്പോഴും സെറ്റിൽ ആയിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ കടം ചോദിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടുകാരോട് ചോദിച്ചിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കലും പിടിക്കലൊക്കെ. അപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ എല്ലാം എന്റെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ അവരാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും സേവിങ്സും ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയപ്പം ഓക്കെ കുഴപ്പമില്ല, അവര് ഗ്രാജുവലി അന്ന് പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കട്ടെ എന്നുള്ള ഇതിലേക്ക് മാറിയതാണ്. അപ്പൊ അതൊരു ചെറിയ ലോങ് പ്രോസസ് ആയിരുന്നു. അതെ അതെ അതെ, ശരി. അപ്പൊ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഓഡീഷനിൽ ആദ്യമായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ദിൽരാജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കേരളക്കാർ അറിയുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയുന്ന ഒരു ദിൽരാജ് ഉണ്ട്. അപ്പൊ ആക്ച്വലി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ രണ്ട് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറെ അവന്യൂസ് തുറന്നു തന്നിട്ടുള്ള ഒരു ഷോ ആണ് ഇത്. ഞാൻ തീരെയും വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ തീരെയും എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയായിരുന്നു ഗാനമേള അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ ഓർക്കസ്ട്രകൾ വെച്ചിട്ടുള്ള ഭയങ്കര വലിയ സ്റ്റേജ് ഷോസ്. ഞാൻ കൂടുതലും പെർഫോം ചെയ്തിരുന്നത് പാർട്ടീസും വെഡിങ്സും അങ്ങനത്തെ ലൈവ് മ്യൂസിക് ബാൻഡായിട്ട് പാടുന്ന ഓരോരോ ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ്. അപ്പൊ ഗാനമേള അങ്ങനത്തെ ഒരു പുതിയൊരു ഒരു വഴി ഇങ്ങനെ തുറന്നു കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പോഷർ കിട്ടി എന്നുള്ളതാണ്. എക്സ്പോഷർ നോട്ട് ജസ്റ്റ് കോമൺ മാൻ മാത്രമല്ല, അതായത് ഇപ്പം നേരത്തെ പറയാൻ മറന്ന പരിഭവങ്ങളും അതിന്റെ ഒറിജിനൽ മ്യൂസിക് കമ്പോസർ രമേശ് നാരായണൻ സാർ വരെ വന്ന് റീല് കമന്റ് ഇട്ടു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ വലിയൊരു ഭാഗ്യമാണ്. കാരണം സാറിനെ ഒക്കെ നമുക്ക് സാർ ഇട്ടത് വെരി ക്ലോസ് ടു ഒറിജിനൽ, ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ ആയിരുന്നു കമന്റ് ഇട്ട്. അപ്പം അത് ആ പാട്ട് കമ്പോസ് ചെയ്ത ആളുടെ വായന തന്നെ അത് അത്രയും ക്ലോസ് ആയിട്ട് പാടി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രല്ല അതിനുശേഷം പാടിയിട്ടുള്ള നില സോങ്ങിലും ഇതേപോലെ എന്റെ കമ്പോസർ ദീപക് ദേവ് സാറും വന്നിട്ട് നേരിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ ഐഡലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്മുടെ സീനിലുള്ള ഒരുപാട് വലിയ വലിയ മ്യൂസീഷ്യൻസ് ഒക്കെ വന്നിട്ട് എന്റെ മ്യൂസിക് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് കാണുന്നുണ്ട്. ആൻഡ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിൽരാജ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഈ ചെയ്തതൊന്നും വെറുതെ അല്ല. ആൻഡ് നമുക്ക് ലൈഫിൽ ഒരു പേർപ്പസ് വീണ്ടും നേടി കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതും തന്നെയാണ് ഒരു മുന്നോട്ട് പോകാനും ഉള്ളൊരു ഇൻസ്പിറേഷൻ സത്യം പറയുകയാണെങ്കിൽ. ഇതൊക്കെ ഒരു വലിയ ചേഞ്ച് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ പറ്റി, ഒരുപാട് പുതിയ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക്കും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. പലരുടെയും ഈവൻ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും പലരുടെയും എന്താ പറയാ പഠിക്കുന്ന ഒരു പ്രോസസ്സ് വളരെ ഡിഫറെന്റ് ആണ്. പലരുടെയും സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് പോലും ഭയങ്കരമായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് us എന്താ പറയാ ടു ബെറ്റർ ourselves. അപ്പൊ എന്റെ ഒരുപാട് കുറവുകൾ ഉള്ളത് എനിക്കിപ്പോ ഏറെക്കുറെ അല്ല കുറെ അധികം എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറെ മാറ്റാനുണ്ട്. പക്ഷെ എന്നാൽ പോലും എന്റെ സിംഗിങ്ങിലും അത് ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടിന്റെ ആക്ച്വലി പഠിക്കാൻ എടുക്കുന്ന ടൈമൊക്കെ എത്രയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാട്ടിന്റെ പിന്നിലുള്ള ഈ പഠിത്തത്തിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? പാട്ട് പഠിക്കുന്ന സത്യം പറഞ്ഞാൽ പാട്ട് പഠിച്ചെടുക്കാൻ ഒരുപാട് ടൈമില്ല. അത് പിന്നെ അതിന്റെ പോളിഷിങ് അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ ന്യൂ ആൻഡ് സട്ടിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അതിന്റെ മോഡുലേഷൻസ്, എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ അതിലത്തെ സംഗതികൾ അതൊക്കെ നമുക്ക് പെർഫെക്ഷനോട് കൂടി പാടാനാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ പഠിക്കാനാണ് സത്യം പറഞ്ഞ സമയം എടുക്കുന്നത്. പിന്നെ എന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് ആദ്യം കുറെ പ്രാവശ്യം കേൾക്കും. ഒരു ബേസിക് പാട്ടിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ലിറിക്സ് നോക്കും. എന്നിട്ട് പിന്നെ ഞാൻ പാട്ടിന്റെ കൂടെ കുറെ ഇങ്ങനെ പാടി വരും. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു മനസ്സിലതൊരു ഇതായിട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞാൽ പാട്ടില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ പാടി റെക്കോർഡ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മളെ തന്നെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്ത് അങ്ങനെ പാട്ടിന് വിശകലനം ചെയ്ത് ഓക്കെ തെറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി കറക്റ്റ് ആക്കി, അല്ലെങ്കിൽ പെർഫെക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങളൊന്നും കൂടി പെർഫെക്റ്റ് ആക്കി, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ എത്ര നന്നായി പഠിച്ചാലും അവിടെ ഒരു 5 മിനിറ്റിൽ നമ്മുടെ ഭാഗ്യം എങ്ങനെയാണോ അതേപോലെ ഇരിക്കും നമ്മൾ പാടുന്നത്. അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടൈം കുറച്ച് മാത്രം എടുത്ത ഒരു പാട്ട് ഏതാ പഠിക്കാൻ?
അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ള പാട്ടുകളിൽ ഒന്ന് പറയാൻ മറന്ന പരിഭവങ്ങളും ഒന്ന് ഇതായിരുന്നു. ഹൈറാമ യേ ക്യാ ഹുവ. സത്യം പറയുകയാണെങ്കിൽ പറയാൻ മറന്ന പരിഭവങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ട് ഞാൻ ഒരുപാട് ഹരിജീന്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് പണ്ട് തൊട്ട് ഒരുപാട് കേട്ടിട്ടുള്ളൊരു സോങ് ആണ്. അപ്പം ആ സോങ് എനിക്ക് ഫെമിലിയർ ആയിരുന്നു. പിന്നെ അതേ റൗണ്ടിൽ തന്നെ വേറൊരു സോങ് ഉണ്ടായിരുന്നു എനിക്ക്, ഫാസ്റ്റ് നമ്പർ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ്. അപ്പൊ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സോങ് കുറച്ചധികം ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു എനിക്ക്. അപ്പം അത്രയും സമയം അതിന് കൊടുത്തത് കൊണ്ട് പറയാൻ മറന്ന പരിഭവങ്ങൾക്ക് ഒരുപാട് ടൈം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഹേറാമയും പിന്നെ അതുപോലെ തന്നെ പറയാൻ മറന്ന ഈ രണ്ട് പാട്ടാണ് ഏറ്റവും കുറവ് ടൈം എടുത്തത് അല്ലേ? അതെ. ഓക്കെ, ശരി. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പാട്ടുകളുടെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ആക്ച്വലി അതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? നമുക്കിപ്പം ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഓക്കെ ഇതെടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, അതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? പാട്ടിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റൗണ്ട് വരുവാണെങ്കിൽ ഞാനൊരു ലിസ്റ്റ് ഓഫ് സോങ്സ് സെലക്ട് ചെയ്യും. ആൻഡ് അതില് നമുക്ക് പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാതും ഒന്ന് പാടി നോക്കും പാട്ടിന്റെ കൂടെ ജസ്റ്റ് റഫായിട്ട്. എന്നിട്ട് അതില് എനിക്ക് സ്ട്രെയിൻ ഇല്ലാത്ത അല്ലെങ്കിൽ എന്റെ റേഞ്ചിന് പറ്റുന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത പാട്ടൊക്കെ ആണെങ്കിൽ ഒഴിവാക്കും. പിന്നെ നമ്മുടെ മെന്റേഴ്സിന്റെ ഒക്കെ ഹെൽപ്പും നമ്മൾ തേടും. കാരണം അപ്പൊ അവരും നമ്മളെ ഒരുപാടായിട്ട് കാണുന്നതാണല്ലോ, നമ്മുടെ പെർഫോമൻസസും അവർ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവരുടെ ഇൻപുട്ടും നമ്മൾ എടുക്കും. അങ്ങനെ നമ്മുടെ ശബ്ദത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സോങ്, നമ്മുടെ ശബ്ദത്തിനും റേഞ്ചിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സോങ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയാണ് നമ്മുടെ സോങ്ങിന്റെ സെലക്ഷൻ പ്രോസസ് അല്ലേ? അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പേടിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചി മുമ്പിൽ ഇരിപ്പുണ്ട് എന്നൊരു ചിന്ത കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ എടുക്കുന്ന പകുതി പാട്ടും നന്നായിട്ട് ഫെമിലിയർ ഒരു വ്യക്തിയായിരിക്കും ചേച്ചി അല്ലേ? പകുതി പാട്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പുള്ളിക്കാരിക്ക് അറിയാം. നമ്മൾ അറിയില്ല, ചേച്ചി കേട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന പാട്ടുകൾ വരെ ചേച്ചി കേട്ടു. അപ്പൊ ആ ഒരു എത്ര നന്നായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ പോലും ചേച്ചിയുടെ മുമ്പിൽ ഒന്ന് പാടുമ്പോൾ മുട്ട് വരയ്ക്കുമെന്ന് മുൻപ് ഞാൻ ശ്രീരാഗിന്റെ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, മുന്നത്തെ കണ്ടസ്റ്റന്റ്. അപ്പോ എങ്ങനെയാണ് ദിൽരാജൊക്കെ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ല. അതങ്ങനെ കയറി നിന്ന് പാടുക, അത്രേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ നിന്ന് പാടുക. കാരണം നമുക്ക് അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്ന അതിങ്ങനെ ചേച്ചി മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നും നമുക്ക് എന്താ പറയാ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പിന്നെ ഞാനെപ്പോഴും ചേച്ചിയും പറയാറുണ്ട്, ഒരു പേന എടുത്ത് എഴുതുന്നത് എന്താ പറയാ ചിലപ്പോൾ നെഗറ്റീവ് ആവണമെന്നില്ല, നല്ലതുമായിരിക്കാം. അപ്പൊ എല്ലാവർക്കും അതാണ്, ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ട്. ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വളരെ വിസിബിളി അറിയാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ പറയാ കുറച്ചും കൂടി നമുക്ക് ടെൻഷൻ ഒന്നും കൂടി ഡൗൺ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പാടാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ തുടക്കം നല്ല പോലെ ഒന്ന് പാടി വന്നു കഴിഞ്ഞാൽ ആ ചേച്ചി അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിലപ്പോ ഒരു സൂചന നമുക്ക് കിട്ടും. അവിടെ നിന്ന് പാടുമ്പോൾ ചേച്ചിനെ കാണുമ്പോൾ ആളുടെ റിയാക്ഷൻസ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി എനിക്ക് ഈസി ആയിട്ട് പാടാൻ സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചിത്ര ചേച്ചി ഇടയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഫാൻ എന്ന് പറഞ്ഞില്ലേ? യെസ്, അതെന്റെ ഒരു ഗസൽ പാടാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോ ഇത് കേട്ടപ്പോ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അത് ഭയങ്കര ഒരു ഞാനിപ്പോഴും എന്താ പറയാ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വലിയൊരു മൂമെന്റ് ആണത്, മെമ്മറിയാണ്. അതിൽ പറഞ്ഞ നമുക്കിനി ആ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ ഒന്നും കിട്ടാനല്ലേ? സത്യം, അതെ. വേറെ ഇതിൽ പരം വലിയൊരു റെക്കഗ്നിഷൻ കിട്ടാനില്ല. അതെ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ക്രിസ്മസിന് സുജാ ചേച്ചി ഇന്റർവ്യൂ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്താണ്, പാട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട് ആണ് ആക്ച്വലി. അപ്പം ചേച്ചിയും അതുപോലെ തന്നെ ദാസേട്ടനൊക്കെ സൗണ്ട് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ദിൽരാജിന്റെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ക്രമമൊക്കെ എങ്ങനെയാണ്? ആ ഒരു സൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൊട്ടീനൊക്കെ എങ്ങനെയാണ്? സൗണ്ടിന് ഓഫ്കോഴ്സ് ഭക്ഷണം ഒരു ക്രൂഷ്യൽ ഫാക്ടർ തന്നെയാണ്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം ഉറക്കത്തിനും അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമും. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ വോയിസ് സ്ട്രെയിൻ വരും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിലും സ്ട്രെയിൻ വരും. അപ്പം എല്ലാം ഒരു എന്താ പറയാ എല്ലാം നമ്മുടെ വോയിസ് ആദ്യം എഫക്ട് ചെയ്യുന്നത് നമ്മുടെ വോയിസിനാണ്. ഉറക്കം ശരിയായില്ലെങ്കിൽ വോയിസ് എഫക്റ്റ് ആവും, പ്രാക്ടീസ് ഓവറായ വോയിസ് എഫക്റ്റ് ആവും. അപ്പം ഇതൊക്കെയാണ് ഞാൻ കൂടുതലും മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇനിയിപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ തണുത്തത് ഒട്ടും കഴിക്കാറില്ല. പിന്നെ ഒരുപാട് സ്പൈസി ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഇതുകളും ഞാൻ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഡേ ഷൂട്ട് ആണെങ്കിൽ തലേ ദിവസം ഞാൻ ഇതൊക്കെ ഒഴിവാക്കും.
ഒഴിവാക്കായിരുന്നു. പിന്നെ തണുത്ത ഐറ്റംസ് ഒന്നും ഒട്ടുമില്ല, തൊടാറില്ല. അത് പറയുമ്പോഴാണ് മറ്റേ ഒരു ഗിഫ്റ്റഡ് ആയ ഒരു ലെജൻഡിന് ഓർമ്മ വരുന്നത്. SPB സാർ അല്ലേ? SPB സാർ, അതെ. ഐസ്ക്രീം കഴിച്ചിട്ട് റെക്കോർഡിങ്ങിന് പോകുന്നൊരു മനുഷ്യൻ. അതെ, ഞാനും കേട്ടിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് അത് ഓരോരുത്തരുടെയും ബോഡിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി മിക്ക വോക്കോളജിസ്റ്റും, ഞാൻ പോയിട്ടുള്ള മിക്ക വോക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുള്ളപ്പോഴും അവരെല്ലാവരും പറയുന്ന എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് എപ്പോഴും ത്രോട്ടിന് ഇതായിട്ട് ബാധിക്കും. അപ്പോ മാക്സിമം അത്ര ഒഴിവാക്കുക. ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കാനാണെങ്കിൽ പോലും ചൂടുവെള്ളം കുടിക്കാതെ ഒരു ഇളം ചൂടുവെള്ളം ഒക്കെ കുടിക്കുക, സിപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് മിക്കവരും പറയാ. അപ്പൊ ചേച്ചിയും അങ്ങനെ തന്നെയാണ്, ചിത്രേച്ചി അങ്ങനെ തന്നെയാ പറയുന്നത് കേട്ടോ. പക്ഷെ അഗൈൻ എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നും ചെയ്യാണ്ട് ഇതിന്റെയൊക്കെ നേരെ വിപരീതം ചെയ്ത് കേറുന്ന പാടാൻ കയറുന്ന ആൾക്കാരുണ്ട്. അസൂയ തോന്നും. കാരണം നമ്മളൊരു ലഞ്ച് കഴിച്ചിട്ട്, നല്ല ഓയിലി ആയ ഒരു ഫുഡ് ഇട്ട ലഞ്ച് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞുള്ള റെക്കോർഡിങ്സ് ഇങ്ങനെ ഇരിക്കേണ്ടി വരും കുറച്ച് നേരം. അപ്പൊ എന്തായാലും വോയിസിനെ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതെ അതെ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് ഈ പാട്ടല്ലാതെ ദിൽരാജിന്റെ ഹോബീസ്? പാട്ടല്ലാതെ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക് എടുത്ത്, 2 വീലർ എടുത്ത് റൈഡിങ്ങിന്റെ രസകരമുണ്ട്. പിന്നെ വായന ഇപ്പൊ അധികം വായിക്കാൻ പറ്റാറില്ല, സമയം കിട്ടാറില്ല. പിന്നെ കുക്കിംഗ്, വാച്ചിങ് മൂവീസ്, അങ്ങനെയൊക്കെ. ശരി ശരി. അപ്പൊ എന്തായാലും എല്ലായിടത്തും കൈ കടത്തും. അതെ അതെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനൊരു ഷെഫ് ആയേനെ. അത് കേട്ടോണ്ട് ഞാൻ ഭയങ്കര കുക്കിംഗ് വിദ്വാനാണെന്ന് വിചാരിക്കണ്ട. എനിക്കും ബാക്കി ഏത് ബാച്ചിലറിനെയും പോലെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്. ഞാൻ ഏതെങ്കിലും ഡിഷ് ചോദിക്കട്ടെ? നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കുമായിരിക്കും, അത്ര. ശരി ശരി. അപ്പൊ നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിൽ എത്ര ഗോൾഡൻ സ്റ്റാർ കിട്ടി ഇതുവരേക്കും? എണ്ണീട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതുവരേക്കും ഇപ്പൊ 4 ഗോൾഡൻ സ്റ്റാർ കിട്ടി. 4 ഗോൾഡൻ സ്റ്റാർ. ഇപ്പൊ കഴിഞ്ഞൊരു എപ്പിസോഡിലത്തെ പെർഫോമൻസ് ഗോൾഡൻ സ്റ്റാർ ആയിരുന്നു. ഖോജ മേരി ഖോജ എന്ന് പറയുന്ന സോങ്. അത് അർജുനും ഞാനും കൂടി പാടിയൊരു ഡുവറ്റ്, ഒരു 1-on-1 റൗണ്ടില്. രണ്ടുപേരും എന്റെ ഭയങ്കര, ഞാൻ അർജുനെ പിന്നെ എനിക്ക് അറിയാം, സരിഗമപായി മുതലേ ഞാൻ ഒരു ഫാൻ ബോയ് ആണ്. പക്ഷെ സ്റ്റാർ സിംഗറിലാണ് ഞാൻ ദിൽരാജിനെ ആദ്യമായിട്ട് കാണുന്നത്. ശരി. അപ്പൊ എന്തായാലും രണ്ടുപേരും തകർത്ത പെർഫോമൻസ് ആയിരുന്നു ഗോൾഡൻ സ്റ്റാർ അല്ലേ? എല്ലാരും ഭയങ്കര നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഇൻഫാക്ട് ചേച്ചിയൊക്കെ വന്ന് കൈയൊക്കെ മുത്തം തന്നിട്ടാണ് പോയത്. ഓക്കെ. നമ്മൾ ഇനി പോകുന്നത് ഒരു ചെറിയ റാപ്പിഡ് ഫയറിലേക്കാണ്. പെട്ടെന്ന് ഉത്തരങ്ങൾ പറയാനും കേട്ടോ. ശരി. സ്റ്റാർ സിംഗർ വേദിയിൽ ഏറ്റവും ടെൻഷൻ അടിച്ച നിമിഷം? പാടാൻ പോകുന്നതിന് തൊട്ട് മുന്നേ. ഓക്കെ ശരി. മെലഡി ഓർ ഫാസ്റ്റ് നമ്പർ? Which is your favorite? Melody. Okay. Favorite singer? ഹരിജി. Okay. ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം? അത് കുറെ അതിലൊരെണ്ണം. ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ ഓൾമോസ്റ്റ് ഐ വാസ് നോട്ട് ഗോണ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എന്താ പറയാ ഈ ഓഡിഷനിൽ. ഓൾമോസ്റ്റ് ഞാൻ ലൈഫിൽ, അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യണോ അങ്ങനെ നോക്കണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞൊരു മണ്ടത്തരം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഓഡിഷനിൽ നിന്ന് പെർഫോം ചെയ്തത്. ശരി. അപ്പൊ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട്? ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ടാണ് എനിക്ക് ഇപ്പോഴും പാടി നടക്കാറ്. അതല്ല, സാധാരണ നമ്മൾ എപ്പോഴും ഒരു പാട്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ പാടി നടക്കുന്ന എപ്പോ ദിൽരാജിന്റെ ഇന്റർവ്യൂ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന് ശേഷം പറയാൻ മറന്ന പരിഭവങ്ങളാണ്. അതുപോലെ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ട്? അതുപോലെ എപ്പോഴും ഓരോ സമയത്ത് ഓരോന്നാണ്. ശരി. ഇപ്പൊ പറയുമ്പം ഞാൻ ഇപ്പൊ കൊറേയൊക്കെ ഗസൽസ് ഒക്കെ കേൾക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ഗസലൊക്കെയാണ് ഞാൻ കൂടുതലും ഇങ്ങനെ മനസ്സിൽ വരാറ്. ഒന്ന് ഹരിജിന്റെ തുജേ കസം ഹൈ സാക്കിയ എന്ന് പറഞ്ഞിട്ടൊരു ഗസലാണ്. അപ്പൊ ഹരിജി ഇവിടെ കൊച്ചിയിൽ ലൈവ് പെർഫോം ചെയ്യുന്നു 18th. അപ്പൊ ആ ഒരു ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. കുറെ പുള്ളിയുടെ പഴയ ഗസൽസും ഇങ്ങനെ കേട്ട് ഇങ്ങനെ വരികയാണ്. ഓക്കെ ശരി. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോയിലെ ഏറ്റവും അടുത്ത സുഹൃത്തേത്? ദീപു ചേട്ടൻ. ശരി. സ്റ്റേജിൽ വെള്ളം കുടിപ്പിച്ച ഒരു പാട്ട്? സ്റ്റാർ സിംഗർ ആവണമെന്നില്ല, എവിടെ ആണെങ്കിലും. സ്റ്റേജിൽ വെള്ളം കുടിപ്പിച്ചൊരു പാട്ട് എന്ന് പറയുമ്പോ ഐ തിങ്ക് ഖ്വാജ ആയിരിക്കും. കാരണം ഭയങ്കര ഹൈ റേഞ്ചിലുള്ള സോങ് ആയിരുന്നു. ഓൾമോസ്റ്റ് 80-90% സോങ് ഫുൾ ഹൈ റേഞ്ചിലാണ്. പക്ഷെ അത് പാടി ഗോൾഡൻ സ്റ്റാർ വാങ്ങിയില്ലേ? പിന്നെന്താ? അതുണ്ട്. പക്ഷെ അത് പിന്നീടുള്ള ഒരു ആഫ്റ്റർമാത്ത് എന്താ പറയാ വോയിസിനൊക്കെ ഇത്തിരി സ്ട്രെയിൻ ആയിരുന്നു. വോയിസ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണെന്ന് ഓക്കെ ആയി വന്നത്. ഓക്കെ ശരി ശരി. അപ്പൊ അടുത്തത്, 3 ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്? ജോൺസൺ മാസ്റ്റർ. 3 പേര്. പിന്നെ MG രാധാകൃഷ്ണൻ സർ, പിന്നെ MS പൗരൻ സർ. ഓക്കെ ശരി. എപ്പോഴെങ്കിലും ഒരു മറക്കാനാവാത്ത ഫാൻ മൊമെന്റ് വല്ലതും സ്റ്റാർ സിംഗറിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ?
മറക്കാനാവാത്തൊരു ഫാൻ മൂമെന്റ്. Yeah. കുറെ പേര് വന്ന് സംസാരിക്കുന്നുണ്ട്, സെൽഫിയിലെ അടുക്കലൊക്കെ ഉണ്ട്. ആക്ച്വലി കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ അയക്കും. എനിക്ക് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെറ്റ് ഫിഷിനൊക്കെ അയച്ചു തന്നിട്ടാണ്. ഓക്കെ, ശരി ശരി. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ കയറി നേരത്തെ പറഞ്ഞല്ലേ, ബെസ്റ്റ് ഗിഫ്റ്റ് യു എവർ റിസീവ്ഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓ അതെ, അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നല്ലേ. അതെ, ഓക്കെ. അപ്പൊ പെറ്റ് ഫിഷ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ അടുത്ത ഒരു ടാസ്ക് ഇതാണ്. ഞാൻ കുറച്ച് പാട്ടുകൾ പറയും, ആ പാട്ട് ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മലയാളം ദിൽരാജ് പറയാം. ഓക്കെ അല്ലേ? പറയട്ടെ, ശ്രമിച്ചു നോക്കാൻ പറയും. സിമ്പിൾ ആണ്, MA ഇംഗ്ലീഷ് പഠിച്ച ആളല്ലേ. ശരി, ഓക്കെ. How many birds have I sought you? So much desire for you, my virtue. Distant shores and silent stars are witnesses. ഒന്നും കൂടി പറയോ? How many birds have I sought you? So much desire for you, my virtue. Distant, ഇത് നോട്ട് ഡൗൺ ചെയ്തോ. Distant shores and silent stars are witnesses. ഓക്കെ, ഇത് മറ്റേ പാട്ട്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓക്കെ, അതൊരു രണ്ടുപേര് പാടുവോ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. അടുത്ത പാട്ടെ. ഓ കിങ് സ്വാൻ, in the rainbow heart will you come with a message of love? മഴവിൽ എനിക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരു പാട്ടാണിത്. ഒരു പാട്ടാണ് ഭയങ്കര എന്റെ ടോപ്പ് 5-ലുള്ള ഒരു സോങ് ആണ്. ചേച്ചി അത്രയും പെർഫെക്ഷനോടുകൂടി പാടി വെച്ചിട്ടുള്ള ഭയങ്കര ഫീൽ ഉള്ള ഒരു പാട്ടുമാണ്. അതെ, അടുത്തത് പോട്ടെ. You are the essence of life, times have come before. You are the dew that falls within the soul. You have rained down without warning. ഇതൊരു പുതിയ പാട്ടാണ്. ഒരു ക്ലൂ തരുവാണെങ്കിൽ ശ്രേയ ഘോഷാലിന്റെ പാട്ടൊരു പാട്ടാണ്. ഒന്നും കൂടി പറയാവോ? You are the essence of life, times have come before. വളരെ പുതിയതല്ല, എന്നാലും പഴയൊരു ഏകദേശം കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയൊരു പാട്ട്. എസെൻസ് ഓഫ് ലൈഫ്. എസെൻസ് ഓഫ് ലൈഫ്. ഇത് ആക്യുറേറ്റ് ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലായിരിക്കും കേട്ടോ. ടൊവിനോ ഒരു സിനിമയാണ് എസെൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ഇത് പറഞ്ഞപ്പോ ഞാൻ കരുതി കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും നോക്കാം, കൊടുക്കാന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു വിത്ത് 1,000 eyes, a pink flower. കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഓക്കെ, ശരി. ലാസ്റ്റ് വേണേ. ഓക്കെ. Why another sunrise? Aren't you a golden evening? എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, മലർവനിയിൽ വേറുതേ എന്തിനു വേറൊരു സൂര്യോദയം. പക്ഷെ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചെല്ലാം. അത് ഓരോരോ ചില വാക്കുകളൊക്കെ ഉണ്ടാവില്ല, നമുക്കത് ഓൾറെഡി കേട്ട് പഴകിയിട്ടുള്ള പാട്ടുകളാകുമ്പോൾ നമ്മൾ ആ വാക്കുകളൊന്ന് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര പെട്ടെന്ന് കിട്ടുന്നു. അതെ, ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത സാധനമാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്. ശരി, അപ്പൊ എന്തായാലും അവസാനമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കും. നമ്മളിപ്പോ ഈ രംഗത്തേക്ക് ഒരുപാട് പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്, റിയാലിറ്റി ഷോസിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പുതിയ കുട്ടികൾ. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആണെന്നാലും ഞാൻ പറയാം. ഇപ്പോഴത്തെ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ, ഒരു ഐഡിയോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഫേമസ് ആവുക, വളരെ പെട്ടെന്ന് സെലിബ്രിറ്റി ആവുക എന്നാണ് മെയിൻലി ഒരു മോട്ടീവ്. എല്ലാവരുടെയും ഒരു ആഗ്രഹം. പക്ഷെ അതല്ല നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല പ്രയത്നിക്കേണ്ടത്. ഇത് നമ്മുടെ വയലിനിസ്റ്റ് മരിച്ചുപോയ ബാലചേട്ടനും ഒരു ഇന്റർവ്യൂല് പറയണ
കേട്ടത്. ഇതിന്റെ സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ക്രാഫ്റ്റ് മാക്സിമം ബെറ്റർ ആക്കാൻ നോക്കാം. എല്ലാവരും പലരും പറഞ്ഞിട്ട് ഞാൻ കുറെ അലഞ്ഞു നടന്നു ഒരു ചാൻസിന് വേണ്ടി എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ അവിടെ എടുത്ത കഷ്ടപ്പാട്, നമ്മളവിടെ കുറെ കഷ്ടപ്പെട്ടു, ഇങ്ങനെ അലഞ്ഞ് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ എടുത്ത കഷ്ടപ്പാട് നമ്മുടെ ക്രാഫ്റ്റ് നന്നാക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി ഇങ്ങോട്ട് വരും, നമ്മുടെ കഴിവും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ നമുക്ക് എന്തെങ്കിലും പാടിയിടാനും ഒക്കെ അത് കാണാനും എക്സ്പോസ്ഡ് ആവാനും ഒരുപാട് മീഡിയ ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറൽ ആവാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്, പ്രൊവൈഡഡ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഭയങ്കര അത്രയും ഒരു എന്താ പറയുക പെർഫെക്ഷൻ ഉള്ള ഒരു സംഭവമാണെങ്കിൽ. ഇപ്പം എല്ലാവരും ഈ പ്രത്യേകിച്ച് മ്യൂസിക് ഫീൽഡിലേക്കൊക്കെ വരുമ്പം നമ്മൾ സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് അതുപോലെ ആവണം, ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം മ്യൂസിക് ബെറ്റർ ആക്കണം ആൻഡ് അങ്ങനെ ചിന്തിക്കുക. കാരണം ഞാനിപ്പോ ഷോയിൽ വരുവാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പലതരം മ്യൂസിക്, ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പലതരം മ്യൂസിക്കും ഒക്കെ അതൊക്കെയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. സോ അതാണ് എനിക്ക് കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള മെസ്സേജ്. ഈ ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം നമ്മുടെ ക്രാഫ്റ്റ് ബെറ്റർ ആക്കാൻ നോക്കുക. ബാക്കിയെല്ലാം സമയം ആവും കറക്റ്റ് തന്നെ വരും. 10-12 കൊല്ലമായിട്ട് മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതുവരൊന്നും എന്നെ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അറ്റ് ദ റൈറ്റ് മൊമെന്റ് ഒരു റിയാലിറ്റി ഷോയിൽ കയറിയപ്പോ കുറച്ചൊക്കെ റെക്കഗ്നിഷൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ടേക്ക് ഇറ്റ് ഫ്രം എ ഗൈ ലൈക്ക് ദാറ്റ്. അപ്പൊ കേൾക്കുന്ന ദിൽരാജിന്റെ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഫാൻസിനോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും അപ്രീസിയേഷനും നിങ്ങളുടെ നല്ല വാക്കുകൾക്കും എല്ലാത്തിനും ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കണം, സപ്പോർട്ട് നിൽക്കണം. തുടർന്നും എൻ്റെ പാട്ടുകളും പെർഫോമൻസസും എല്ലാം മുടങ്ങാതെ കാണണം. അതുപോലെ തന്നെ ഷോ കഴിഞ്ഞാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കുറച്ച് നല്ല ഒറിജിനൽ മ്യൂസിക് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ ഒക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ ഇപ്പോഴേ തന്നെ പറയുന്നു. തീർച്ചയായിട്ടും എല്ലാം നടക്കും. കാരണം എനിക്ക് ഡാം ഷുവർ ആണ് ദിൽരാജ് ഈ ആഗ്രഹമൊക്കെ നടത്തി പ്ലേ ബാക്ക് ഒക്കെ പാടി ലോകം അറിയുന്ന ഒരു മ്യൂസീഷ്യൻ ആവും എന്നുള്ളതൊരു ഉറപ്പായ കാര്യം തന്നെയാണ്. താങ്ക് യു. ഭാവിയിൽ പറയാലോ, അദ്ദേഹത്തിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാലോ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ചെറിയ സമയത്തുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. ഐ ഓൾസോ ഹാഡ് എ വെരി ഗ്രേറ്റ് ടൈം. റാപ്പിഡ് ഫയറും അതുപോലെ എന്റെ ഷോയിലെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാനും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ സമയം ഇവിടെ അവസാനിക്കാറായി. സോ എനിക്ക് ഗുഡ് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ അടിപൊളി പാട്ടുകളും പ്രോഗ്രാംസും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. So keep on listening Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. And it's me RJ ശ്രീശാന്ത് signing off. Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. Stay tuned.